അറക്ക് അറക്ക് വിയർപ്പ്. അറക്ക് അറക്ക് വിയർപ്പ്. അറക്ക് വിയർപ്പിന് പറയുന്നതാണ് അറക്ക്. അറക്ക് വിയർപ്പ്. അൽ വത്തീൻ അൽ വത്തീൻ മഹാധമനി. അൽ വത്തീൻ അൽ വത്തീൻ അൽ വത്തീൻ മഹാധമനി. മഹാധമനി അൽ വത്തീൻ മഹാധമനി. അറക്ക് അറക്ക് വിയർപ്പ്. അറക്ക് വിയർപ്പ്. അറക്ക് വിയർപ്പ്. അൽ വത്തീൻ മഹാധമനി. അൽ വത്തീൻ മഹാധമനി. അൽ വത്തീൻ മഹാധമനി. ഇനി രോഗത്തെ സംബന്ധിച്ച് പറയാൻ പോവുകയാണ്. രോഗത്തിന് 3 പദങ്ങൾ ഉപയോഗിക്കും. ഇല്ലത്ത് എന്ന് ഉപയോഗിക്കും. രോഗത്തിന് ഇല്ലത്ത്, മറദ്, ദാ. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ രോഗം, മറലെന്ന് പറഞ്ഞാൽ രോഗം, ദാ എന്ന് പറഞ്ഞാലും രോഗം. അപ്പോൾ രോഗത്തിന് 3 പദങ്ങൾ ഇപ്പോൾ അറബിൽ ഉപയോഗിച്ചു. ഇല്ലത്ത്, ഇതൊക്കെ പര്യായ പദങ്ങളാണ്. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ രോഗം, മറലെന്ന് പറഞ്ഞാൽ രോഗം, ദാ എന്ന് പറഞ്ഞാലും രോഗം. രോഗത്തിന് 3 പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇല്ലത്ത് രോഗം, ഇല്ലത്ത് രോഗം, മറല് രോഗം, ദാ രോഗം. ഇല്ലത്ത് രോഗം, ഇല്ലത്ത് രോഗം, മറല് രോഗം, ദാ രോഗം. ഇനി രോഗിക്ക് എന്തു പറയും അറബിൽ? രോഗിക്ക് 2 പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. രോഗി മരീള്. മറല് രോഗമാണെന്ന് പറഞ്ഞ് മരീള് രോഗി. മരീള് സഖീം. സഖീം രോഗി. മരീള് രോഗി, മരീള് രോഗി, സഖീം രോഗി. മരീള് രോഗി, സഖീം രോഗി. മരീള് രോഗി, സഖീം രോഗി. മരീള് സഖീം. മരീള് സഖീം 2 പദത്തിനും ഒരേ അർത്ഥമാണ്. രോഗി. ഒന്നും കൂടെ. അറക്ക് വിയർപ്പ്. അറക്ക് വിയർപ്പ്. അറക്ക് വിയർപ്പ്. അൽ വത്തീൻ മഹാധമനി. അൽ വത്തീൻ മഹാധമനി. ഇല്ലത്ത് രോഗം, മറല് രോഗം, ദാ രോഗം. ഇപ്പോൾ രോഗത്തിന് 3 പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇല്ലത്ത്, മറല്, ദാ. ഇല്ലത്ത്, മറല്, ദാ. ഇല്ലത്ത്, മറല്, ദാ. ഇത് 3നും രോഗമെന്ന് പറയും. രോഗത്തിന് അറബിൽ ഉപയോഗിക്കുന്ന 3 പദങ്ങളാണ് ഇല്ലത്ത്, മറല്, ദാ രോഗം. ഇനി രോഗിക്ക് 2 പദങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. മരീള് സഖീം. മരീളെന്ന് പറഞ്ഞാൽ രോഗി. മരീള് രോഗി, സഖീമെന്ന് പറഞ്ഞാലും രോഗി. മരീള് രോഗി, സഖീമെന്ന് പറഞ്ഞാലും രോഗി. 2 പദങ്ങളാണ് രോഗി എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരുന്നത്. മരീള് സഖീം. മരീള് സഖീം രോഗി. മരീള് സഖീം രോഗി.